കരടായി കരട് റിപ്പോർട്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള കരടു പട്ടികയിൽ കല്ലുകടി. അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്നും ദുരന്തബാധിതരിൽ ചിലർ ഒഴിവാക്കപ്പെട്ടു എന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തി ദുരന്തബാധിതർ പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. കാരണം ഇത്രയും ദിവസം എടുത്തിട്ട് ഇപ്പോൾ ഈ ജിയോ ഇറങ്ങിയിട്ട് 20 ദിവസം കഴിഞ്ഞു. പക്ഷേ ദുരന്തം നടന്നിട്ട് അഞ്ചാമത്തെ മാസം അത്. ഈ ഇത്രയും സമയം എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് വ്യാപക പ്രതിഷേധം ഉണ്ടാക്കുന്ന ലിസ്റ്റാണ്. കാരണം ഇരട്ടിപ്പ് നിറയുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന മാനദണ്ഡം ഫുൾ പോയ വീടുകളുടെ ആണ് ഒന്നാം ഘട്ടം ഫേസ് 1 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോകാത്ത വീടുകൾ ഇതിൽ കയറിയിട്ടുണ്ട്. പുഞ്ചിരിമട്ടം ഒരിക്കലും വാസയോഗ്യമല്ല എന്ന് മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൽ മത്തായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ വീടുകൾ ഇതിൽ വന്നിട്ടുമില്ല. പല ഭാഗങ്ങളിലും വന്നില്ല. സ്കൂൾ റോഡിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വ്യാപക പ്രതിഷേധമുണ്ട്. ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പ്രതിഷേധം അറിയിക്കാൻ പോവുകയാണ്. ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ നേരിട്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ലിസ്റ്റ് പൂർണ്ണമല്ല. ഈ ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റാണ്. കളക്ടറോ സബ് കളക്ടറോ എത്താതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ഈ ലിസ്റ്റ് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഈ ലിസ്റ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യുമില്ല. ഈ ലിസ്റ്റ് അംഗീകരിക്കൂല. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് പോകില്ല. ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് ഞങ്ങൾ പോകില്ല. ഇത് വിട്ടുപെട്ടു ഇല്ല. ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വരാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വരാതെ പോകില്ല എന്ന് ദുരന്തബാധിതർ നാട്ടുകാർ പറയുന്നു. അവിടെ കളക്ടറോ സബ് കളക്ടറോ അങ്ങനെ ചുമതലപ്പെടുത്തി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഇവരുമായി സംസാരിക്കാൻ? വിജയകുമാർ, ഇതുവരെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരാരും എത്തിയിട്ടില്ല. ADM എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും സമരം തുടരുന്നൊരു പശ്ചാത്തലം തന്നെയാണുള്ളത്. കാരണം തീർത്തും സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. LSTD ജോയിന്റ് ഡയറക്ടർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വിരോധിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള സമരമാണ്. പക്ഷേ ജനാധിപത്യപരമായി അത് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത വിധത്തിൽ സംഘർഷഭരിതമായൊരു അവസ്ഥയല്ല ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇവർ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ പൂർണ്ണമായും ഇങ്ങനെ ഡബിൾ എൻട്രി ധാരാളമുണ്ട്. ഇത് മുണ്ടക്കൈ ഭാഗത്തെ ലിസ്റ്റ് മാത്രമാണ്. അതിൽ പേരിൻ്റെ അക്ഷരങ്ങൾ മാത്രമാണ് മാറുന്നത്. ചില പേരുകളിൽ അക്ഷര വ്യത്യാസം ഉണ്ടെന്ന് ഒഴിച്ചാൽ മറ്റെല്ലാം ഡബിൾ എൻട്രി ആയി തന്നെ വന്നിരിക്കുകയാണ്. നമ്പറുകളിൽ പോലും കൃത്യതയുണ്ട്. അങ്ങനെ ഡബിൾ എൻട്രി ആയി 60ഓളം കേസുകൾ ഇവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, ചൂരൽമലയിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. സ്വാഭാവികമായും അതാണ് ഏറ്റവും വലിയ വിമർശന വിധേയമായി ഉയരുന്ന കാര്യം. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോട് തന്നെ ചോദിക്കുക, എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? പഞ്ചായത്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 മാസം കഴിഞ്ഞു അവിടെ പ്രളയം നടന്നിട്ട്. അപ്പോൾ അവരെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ആ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം. രണ്ടാമത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഒരുപാട് അപാകതകളുണ്ട്. അത് പരിഹരിക്കണം. അത് പരിഹരിച്ച് പ്രളയബാധിതരുടെ ആശങ്ക മാറ്റി അതിന് ഇന്നിപ്പോൾ അവർ സമരം നടക്കുകയാണ്. ഇപ്പം നമ്മളൊക്കെ അവിടെ ഒരു ഗരാവ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന വാർഡുകളാണ് പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. 3 വാർഡുകളാണ്. അപ്പോൾ പഞ്ചായത്തിന് വിശ്വാസത്തിലെടുക്കാണ്ടാണ് സർക്കാർ ഒരു ലിസ്റ്റ് റവന്യൂ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഒരു കോപ്പി പോലും പഞ്ചായത്തിന് പരിശോധിക്കാൻ പോലും നേരത്തെ തന്നിട്ടില്ല. ഇത് ഇവിടെ ഇന്നിപ്പോൾ JD അടക്കമുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമുക്ക് ആ ലിസ്റ്റ് തന്നെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ലിസ്റ്റ് പുറത്തു പോയിട്ടുണ്ട്. രാത്രി 9 മണിക്കും 10 മണിക്കൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് ഈ പ്രശ്നം പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ പുറത്തു പോയിട്ടുണ്ടെന്നുള്ള അറിയുന്നത്. പക്ഷേ അത് പരിശോധിക്കാൻ പോലുള്ളൊരു സാഹചര്യം പഞ്ചായത്തിനുണ്ടായില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. LSTD ജോയിന്റ് ഡയറക്ടർ ഇവിടെയുണ്ട്. അദ്ദേഹം രാവിലെ മുതലുണ്ട്. യോഗത്തിന് വന്നതാണ്. അല്ല, ഇതിനകത്തുള്ള അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം DDMAയോട് സംസാരിച്ചിട്ടുണ്ട്. DDMAയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുള്ള റെക്ടിഫിക്കേഷൻ വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. താങ്ക് യു.
ഇങ്ങനെയാണ് സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അദ്ദേഹത്തെ ഘെരാവോ ചെയ്തുകൊണ്ടുള്ള സമരമാണ്. ഒപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. സമരസമിതിയുടെ തീരുമാനം എന്താണ്? ഞങ്ങളിപ്പോൾ 2 മണിക്കൂറിലധികമായി ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു എന്താ പറയുക, ഇതുവരെ ഒരു തീരുമാനം എന്നുള്ള ലെവലിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഞങ്ങൾക്ക് അധികം കാത്തിക്കാൻ കഴിയില്ല. ഞങ്ങൾ സ്ത്രീകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, അസുഖമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ വിഷയമാവും. ഇത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് ഇതുവരെ ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയും വല്ലാതെ നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ മീറ്റിംഗാണ് ഞങ്ങൾ ഉപരോധിച്ചിട്ടുള്ളത്. ജോയിന്റ് ഡയറക്ടറെ കളക്ടറേറ്റിൽ ഉൾപ്പെടെ പോയിട്ട് ഉപരോധം നടത്തേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഇടപാട്. ഞങ്ങൾക്ക് ഇനി അധികം കാത്തിക്കാൻ കഴിയില്ല. ലിസ്റ്റ് പൂർണ്ണമായി റദ്ദാക്കണം. നിലവിൽ ഓൾ പാർട്ടി മീറ്റിംഗിൽ എടുത്ത ആ ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് പറയാനുള്ളത്. ഇതാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ലിസ്റ്റ് പൂർണ്ണമായും റദ്ദാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു സാധ്യതയൊന്നും ഇവർ പറയുന്നില്ല. അത്തരത്തിൽ നടപടിയിലേക്ക് വേഗം കിടക്കണം ഉദ്യോഗസ്ഥർ എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും സമരം തുടരുന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത്. ഇതുവരെ സമാധാനപരമായ രീതിയിൽ തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. ഈ പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ളവർ സമരവും അവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒരു തരത്തിൽ നിസ്സഹായരാണെന്ന് തോന്നുന്നു. അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നാട്ടുകാർ ദുരന്തബാധിതർ ഉന്നയിക്കുന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ജെനുവിനാണ് ആ ഇഷ്യൂ. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് പരിഹരിക്കാൻ ചുമതലപ്പെടുത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവർ ഇതുവരെ സമാധാനപരമായി സമരം നടത്തുകയാണ്. ഇനി കളക്ടറേറ്റിലേക്ക് പോയി അവിടെ ഉപരോധിക്കേണ്ടി വരും എന്ന് സമരസമിതി നേതാക്കളൊക്കെ പറയുകയാണ്. അതിനു മുമ്പ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതാം. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.